മുല്ലപ്പെരിയാർ ഡാം എപ്പോഴും കേരളം തമിഴ്നാട് ബന്ധത്തിലെ ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊരു തീരുമാനം വരുന്നത് അല്ലെങ്കിൽ നിലപാട് വരുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മാണം അനുവദിക്കില്ല എന്നാണ് തമിഴ്നാട് വ്യക്തമാക്കുന്നത്. അറ്റകുറ്റപ്പണികളുമായി മുന്നോട്ടു പോകുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുകയാണ്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീധരൻ, ഈ തമിഴ്നാടിന്റെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട തീരുമാനം നമ്മൾ എപ്പോഴും കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കിയതാണ്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നതാണ് നമ്മുടെ നയം. ഇപ്പോൾ ഈ ബജറ്റിന്റെ തിരക്കുകൾ കഴിഞ്ഞാൽ ഈ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമായി ചർച്ച നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ തമിഴ്നാട് വ്യക്തമാക്കുന്നു പുതിയ ഡാം അനുവദിക്കില്ല എന്നതാണ് അവരുടെ ഒരു സ്റ്റാൻഡ്. അത് കേരളത്തിന്റെ ഒരു കൺസേണിനെ വകവയ്ക്കാതെയുള്ള ഒരു സ്റ്റാൻഡാണോ? Who have been chosen by the people, the real masters of Tamil Nadu, in the recently concluded Tamil Nadu Legislative Assembly elections. As members of this historic assembly, the very heart and intellect of our democracy, I am confident that you will debate on people's needs, enact laws accordingly and safeguard the welfare of the people. Annal Ambedkar profoundly stated, true democracy is the union of all. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നയപ്രഖ്യാപനത്തിൽ നിലപാട് വ്യക്തമാക്കിയാണ് പുതിയ ഡാം അനുവദിക്കില്ല എന്നതാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെയും പറഞ്ഞു തമിഴ്നാടുമൊക്കെയായി ചർച്ച നടത്തും. വെള്ളം തമിഴ്നാടിന്, സുരക്ഷ കേരളത്തിന് സുരക്ഷ എന്നതാണ് നയം. അതിൽ ഒരുപക്ഷെ പുതിയ ഡാമും അനിവാര്യതയായി വന്നേക്കാം ഭാവിയിൽ. അപ്പോൾ പക്ഷേ കേരളത്തിന്റെ കൺസേൺ മുഖവിലക്കെടുക്കാതെയാണോ തമിഴ്നാടിന്റെ തീരുമാനം? തീർച്ചയായിട്ടും മുൻ സർക്കാരുകൾ എന്ത് നിലപാട് സ്വീകരിച്ചോ അതേ നിലപാട് തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ TVK സർക്കാരും സ്വീകരിക്കുന്നത്. യാതൊരു കാരണവശാലും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ അനുവദിക്കില്ല. കേരളത്തിന്റെ ഈ ആവശ്യം അല്ലെങ്കിൽ ഈ സമ്മർദ്ദത്തെ അതിന് വഴങ്ങില്ല എന്ന് വ്യക്തമായിട്ട് തന്നെ നിയമസഭയിൽ പറഞ്ഞിരിക്കുകയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ. അറ്റകുറ്റപ്പണികൾ, അതായത് ഡാമിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അറ്റകുറ്റപ്പണികൾ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ മേൽനോട്ട സമിതിയുടെ കീഴിൽ അറ്റകുറ്റപ്പണികൾ നടത്തും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം കമ്പത്ത് നിന്നുള്ള MLA ഈ ആവശ്യം, അതായത് പുതിയ ഡാം നിർമ്മിക്കാനുള്ള കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തിൽ വഴങ്ങില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഈ ഒരു ആവശ്യം പറയുന്നത്. പ്രത്യേകിച്ച് ആ മേഖലയിൽ നിന്നുള്ള മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കൊണ്ട് ഹെക്ടർ കണക്കിന് ഭൂമിയിൽ കൃഷി കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതായത് ജീവനാഡിയാണ് തമിഴ്നാടിന്റെ ഒരു മേഖലയുടെ ആകെ മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഈ ഒരു തരത്തിൽ ഈ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം കൊണ്ടുവന്നിട്ടുള്ള നീക്കങ്ങളെ ശക്തമായിട്ട് എതിർക്കും. തമിഴ്നാടിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കില്ല എന്നുകൂടിയാണ് TVK സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത്. ശരി. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. നയപ്രഖ്യാപന പ്രസംഗം ഇന്നായിരുന്നു. അതിലാണ് തമിഴ്നാട് സർക്കാരിന്റെ നയം വ്യക്തമാക്കുന്നത്. അതായത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നത് അവർക്ക് സ്വീകാര്യമായ കാര്യമല്ല, അവിടെ അറ്റകുറ്റപ്പണി എന്നതാണ് പറയുന്നത്. പക്ഷേ ഇന്നലെയും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു എന്തായാലും ബജറ്റിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് രണ്ടും മുഖ്യമന്ത്രിമാരും വി ഡി സതീശനും വിജയുമായിട്ടൊക്കെ ഈ കാര്യത്തിൽ ഒരു ചർച്ചയുണ്ടാകും. കേരളത്തിന്റെ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. തമിഴ്നാടിന് വെള്ളവും അതിലും യാതൊരു കുറവും വരുത്താനും കഴിയില്ല. അപ്പോൾ അത് രണ്ട് സംസ്ഥാനങ്ങളും രമ്യമായി ആ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തേണ്ടതാണ്. പക്ഷേ രണ്ടുപേരും തങ്ങളുടെ നിലപാടുകൾ കട്ടക്ക് നിന്നാൽ എങ്ങനെയാണ് ഒരു സമവായം എന്നതും ഒരു പ്രശ്നമാണ്. എന്തായാലും ചർച്ചകളൊക്കെ നടക്കട്ടെ.